പ്രൊഫസർ കെ ജയപ്രസാദ്, ഇപ്പോൾ അദ്ദേഹം പരാമർശിച്ച ഈ ബാംഗ്ലൂർ സെൻട്രൽ ആകെ 8 മണ്ഡലങ്ങളുള്ളതിൽ 5 കോൺഗ്രസ്സാണ് ജയിച്ചിരിക്കുന്നത്, 3 ബി ജെ പിക്ക് ജയമുള്ളത്. അതിൽ തന്നെ ഈ പറയുന്ന മഹാദേവപുരത്ത് മഞ്ജുള അരവിന്ദിന് 1 ലക്ഷത്തിന് മുകളിൽ ലീഡ് നേടി വിജയിക്കാൻ സാധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം വന്നതെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സിന് അതിൽ സാർവകന നഗറിൽ കെ ജെ ജോർജ് 74,000 വോട്ട് നേടിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഒരു സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രം, ഒരു മേഖലയിൽ മാത്രമായി ഇതുപോലെ ബി ജെ പിക്കൊരു ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കാനായി സാധിക്കുമോ? ഇതുപോലെ പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി കൃത്യമായി ഓരോ മണ്ഡലത്തിലെയും ഇത്ര വോട്ടർമാരുണ്ട്, ഇത്ര പേരുടെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ അഡ്രസ്സിൻ്റെ കാര്യം പറയുന്നു, പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പലതരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ശരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ലേ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബാധ്യത എന്താണ്? ജനങ്ങളോട് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓരോ പ്രവർത്തനവും നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഭരണഘടനാപരമായും അതുപോലെ തന്നെ കാലാകാലങ്ങളിലെ ചില റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രസിദ്ധീകരിക്കുന്ന റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. മറ്റൊന്ന്, ആദ്യമേ നമ്മൾ ഓർക്കേണ്ടത്, തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ത്യയിൽ അങ്ങനെ ഒരു വോട്ടും കച്ചവടം നടത്താനുള്ളൊരു സംവിധാനമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായൊരു സ്റ്റാഫില്ല. ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന 3 അംഗ കമ്മീഷന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെയും, അതായത് പ്രധാനമായിട്ടും അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഓഫീഷ്യൽസിൻ്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അത് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്നതുൾപ്പെടെ അതിൽ കേന്ദ്ര ജീവനക്കാർക്ക് പോലും കാര്യമായ പങ്കാളിത്തം ഉണ്ടാകാറില്ല. സെൻസസ് നടത്തുന്നത് പോലെ അധ്യാപകർ, NGOമാർ, ആ തരത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്റ്റാഫ് മുതൽ കളക്ടർ വരെ ജില്ലാ തലത്തിലും അതുപോലെ ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവലിലൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർ. അതിൻ്റെ മുകളിൽ അപ്പോൾ നയപരമായ തീരുമാനങ്ങൾ, ഇലക്ഷൻ ഡേറ്റ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, ഒബ്സർവർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു കോളേജ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിനൊരു പ്രത്യേക സമയമുണ്ടാവും. അതിനകം അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. നിങ്ങളൊരു പക്ഷേ റാങ്ക് ഹോൾഡർ ആയിരിക്കാം. നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ അപ്ലൈ ചെയ്യാതിരുന്നതിന് ശേഷം വന്നിട്ട് പരാതിപ്പെട്ടാൽ കോളേജ് പ്രിൻസിപ്പലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണ് സാറേ? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഞാനിവിടെ സമയക്കുറവുകൊണ്ടാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് 45 ദിവസം ഭരണഘടനയുടെ 229B പ്രകാരം 45 ദിവസമാണ് തിരഞ്ഞെടുപ്പ് പെറ്റീഷനുള്ള ഡേറ്റ്. കാരണം ഒരു 5 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അത് കോടതി വ്യവഹാരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളിവിടെ ഒരു 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി 1977-ലും 89-ലും 96, 98, 99, 2014, 19, 24 ഇത്രയും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. 77 ജയിച്ച കോൺഗ്രസ് 80-ൽ തിരിച്ചു വന്നു. അതുപോലെ 89-ന് ശേഷം വീണ്ടും കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. 99-ന് ശേഷം കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ 10 പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങളിൽ 1967-ന് ശേഷം കോൺഗ്രസ് പാർട്ടി തമിഴ്നാട്ടിൽ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല. 1977-ന് ശേഷം പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് പാർട്ടി ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല. 1989-ന് ശേഷം കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല. 1989-ന് ശേഷം UP-യിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല. ഒറീസയിൽ 1998-ന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല. ഗുജറാത്തിൽ 95-ന് ശേഷം അധികാരത്തിൽ വന്നിട്ടില്ല. ആന്ധ്രാപ്രദേശിലും 2014-ന് ശേഷം, അതുപോലെ മഹാരാഷ്ട്ര, അതുപോലെ മധ്യപ്രദേശ് 2003-ന് ശേഷം 2018-20 കാലഘട്ടത്തിൽ 2 വർഷം കോൺഗ്രസ് ഭരിച്ചു. ഈ തരത്തിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വോട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് 2022 ലാസ്റ്റിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത് കേവലം 2.23% വോട്ടാണ്. അതുപോലെ തന്നെ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ചത് 6.25%. 2012 അത് 11.63%. അതുപോലെ ബീഹാറിൽ 2021 തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ബംഗാളിൽ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് വെറും 2.93%. 2016 കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ 12.12% ലഭിച്ചു. 2011 അത് 9.9%.
ബീഹാറിൽ അതുപോലെ തന്നെയാണ്. ബീഹാറിൽ 2005 തിരഞ്ഞെടുപ്പിൽ 6.7, 2010 നിയമസഭയിൽ 8.3, 2015 6.7, 2020 9.48. അപ്പോൾ നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദശകങ്ങളായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുന്നണി രാഷ്ട്രീയത്തിലൂടെ സർവൈവ് ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അതുപോലെ മറ്റൊരു ഇപ്പോൾ CPM-ൻ്റെ പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണ് CPM പരാജയപ്പെട്ടത്? ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണോ പശ്ചിമ ബംഗാളിലെ CPM പരാജയപ്പെട്ടത് എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ആ തരത്തിൽ നമ്മളിതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതൊരു അന്തർദേശീയ ഗൂഢാലോചനയുടെ പുറകിലുണ്ട്. കാരണം ബംഗ്ലാദേശിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് 4ാമത് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരായിട്ട് ആദ്യമേ ഇതുപോലെ തന്നെ ഒരു അക്കാഡമിക് ലെവലിലുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സിനെതിരായിട്ട്. അപ്പോൾ അതിനുശേഷം അതൊരു ജനകീയ മുന്നേറ്റമായിട്ട് മാറുന്നു. അക്രമത്തിലൂടെ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക്, കാരണം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ പത്രസമ്മേളനം നടത്താനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ട സമ്മേളനങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ദൈനംദിനം നടത്തുന്ന ആരോപണങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ ബാധ്യസ്ഥ. മറ്റൊന്ന് മറ്റൊരു കാര്യം, കേരളം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് റോളാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന ആളിൻ്റെ കീഴിൽ അതാത് ജില്ലാ കളക്ടറുടെ കീഴിലുള്ള റവന്യൂ ഒഫീഷ്യൽസാണ് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ ചേർക്കുന്നത്. കർണാടകത്തിൽ വരുമ്പോൾ കർണാടകത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ ചേർത്തതെല്ലാം തന്നെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, അതുകൊണ്ടാണ് അവിടുത്തെ ഒരു മിനിസ്റ്റർ ഇപ്പോൾ രാജിവെക്കേണ്ട അവസ്ഥ വന്നത്, അദ്ദേഹം സത്യം പറഞ്ഞതുകൊണ്ടാണ്. ആ തരത്തിൽ അതാത് സംസ്ഥാനം ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റെയിൽവേയുടെ സ്റ്റാഫുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിന് അവരുടെ സ്റ്റാഫുണ്ട്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാഫില്ല, സംസ്ഥാന സർക്കാരുകളാണ്. മാത്രമല്ല നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരല്ല ഇലക്ഷൻ എന്യൂമറേഷൻ നടത്തുന്നത്. നമ്മൾ സെൻസസ് പോലെ തന്നെ സംസ്ഥാന ജീവനക്കാരാണ്. അപ്പം അതിൽ ബൂത്ത് ലെവൽ ഓഫീസർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് കാണിക്കുന്നെങ്കിൽ അത് ബൂത്ത് ലെവലിൽ ഏജന്റിന്, അതായത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ റോളുണ്ട്. അപ്പം നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് ചൂണ്ടിക്കാണിക്കണം. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പോയി ഞാൻ പരീക്ഷ എഴുതുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ന്യൂനതകളെ കാരണം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം 5 വർഷത്തിൽ ഇന്ത്യയിൽ 3 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 73-74 അമെൻമെൻറ്റിന് ശേഷം നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിലൂടെയാണ് ത്രിതല പഞ്ചായത്ത്. അപ്പോൾ ഓരോ 5 വർഷത്തിലും 3 ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതായത് ത്രിതല പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ, അതുപോലെ തന്നെയാണ് ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പ് നടത്തുന്നൊരു പ്രക്രിയയിൽ എല്ലാ അവസരങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 അവസരങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹം എന്തിനാണ് 6 മാസം എടുത്തത് പഠിച്ചത്? ഒരു ബൂത്തിലെ വോട്ട് ഒരു അംഗീകൃത പാർട്ടിക്ക് ഒരു ബൂത്തിലെ വോട്ടിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ കഴിയും. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ ഡേയിലും ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് കോടതിയിലും ചലഞ്ച് ചെയ്യാൻ അവസരമുണ്ട്. ഇപ്പം തൃശ്ശൂർ അഴിമതി കാണിച്ചെന്ന് വെച്ചോളെ, എന്നാൽ എന്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് കോടതിയിൽ പെറ്റീഷന് പോയില്ല? അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയില്ലായിരുന്നെങ്കിൽ CPM അല്ലെങ്കിൽ ഒരു അവിടുത്തെ കാൻഡിഡേറ്റ്, ഞാൻ സൂചിപ്പിച്ചത് നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സ്വന്തം പാർട്ടിയുടെ കഴിവില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് പറയാം. കാരണം CPM എങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ തകർന്നടിഞ്ഞത് അത് നമ്മൾ ആദ്യം അത് നമ്മൾ അറിയാം. പശ്ചിമ ബംഗാൾ CPM എങ്ങനെ തടഞ്ഞെടുന്നൊക്കെ സാറിന് പറയുന്നതൊക്കെ ശുദ്ധ നുണയല്ല. അല്ലാതെ ഇലക്ഷൻ അട്ടിമറിയാണോ എന്റെ ചോദ്യം ഇതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിച്ച് രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ തോക്കും വിജയിക്കുന്നത് ഇപ്പൊ അവിടെ മടങ്ങി വരെയാണ്. അല്ല, എന്റെ ചോദ്യം 1967 മുതൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഒരു ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് മെജോറിറ്റി കിട്ടിയില്ല. അത് അട്ടിമറിയിലൂടെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അവിടെ DMK അട്ടിമറിക്കുന്നതാണോ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണോ പശ്ചിമ ബംഗാളിൽ അട്ടിമറിച്ചത്? അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന പാർട്ടികളാണ് അട്ടിമറിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ചോദ്യങ്ങളിൽ നിന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വളരെ പ്രധാന ചുമതല എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളാണ് അത് വായിച്ചെടുക്കുക തന്നെയാണ്. ഗൂഗിളിൽ നമുക്ക് ശരി ഞാൻ ഇടപെടുകയാണ് അത്